മതാന്ധതയുടെ ഇരുട്ടിൽ നിന്നും നവോത്ഥാനത്തിന് വെളിച്ചത്തിലേക്ക് കേരളത്തെ കൈപിടിച്ചു നടത്തിയ ശ്രീനാരായണ ഗുരുദേവന്റെ 175ാമത് ജന്മദിനമാണിന്ന്. ഗുരു പകർന്ന പുരോഗമനാശയങ്ങളുടെ കൈപിടിച്ചാണ് ഇന്നും കേരളം മുന്നോട്ടു പോകുന്നത്. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായെണ്ണി. ഓരോ ജാതിക്കും ഓരോ ദൈവങ്ങളില്ല. മനുഷ്യ സമൂഹത്തിനാകെ ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം എന്ന ആശയമാണ് ദൈവദശകത്തിലൂടെ ശ്രീനാരായണ ഗുരു പകർന്നു നൽകുന്നത്. മതത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും ഇരുട്ടുപടർന്ന സമൂഹത്തിലേക്കാണ് ഗുരുവിന്റെ വാക്കുകൾ സൂര്യവെളിച്ചം പോലെ പതിച്ചത്. ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച ഒരു സമൂഹത്തെ ജാതിവരയിൽ നിന്ന് മോചിപ്പിക്കാൻ ഗുരു പകർന്ന ദാർശനിക വാക്യങ്ങൾക്കായി ചെമ്പഴന്തി ഗ്രാമത്തിലെ ഗ്രാമവാസികൾക്ക് പുരാണങ്ങൾ വായിപ്പിച്ചു കേൾപ്പിച്ചിരുന്ന മാടനാശാന്റെ മകൻ നാണു പിതാവ് നടത്തിവന്ന പുരാണപാരായണം ഏറ്റെടുത്തു. അതിലൂടെ വിവിധ ഭാഷകളിൽ പാണ്ഡിത്യം നേടി. 23ാമത്തെ വയസ്സിൽ നാണുവിന് സ്വന്തം ഗ്രാമത്തിൽ ലഭ്യമായ വിദ്യാഭ്യാസത്തിൽ അപര്യാപ്തത തോന്നി. രാമൻപിള്ള ആശാനെ പോലുള്ള ഗുരുക്കന്മാർക്ക് കീഴിൽ തർക്കം, വേദാന്തം, വ്യാകരണം തുടങ്ങിയവയിൽ പ്രാവീണ്യം നേടി. തന്റെ നവോത്ഥാന ജീവിതത്തിൽ പലയിടങ്ങളിൽ നിന്നായി നേടിയെടുത്ത അറിവിന്റെ വെളിച്ചം അദ്ദേഹത്തിന്റെ വഴികളിൽ വ്യക്തമായി. മതത്തിന്റെ വേലിക്കെട്ടുകൾ തുടച്ചു നീക്കിയാൽ മാത്രമേ സമത്വത്തിന്റെയും സമഗ്രമായ വികസനത്തിന്റെയും ആശയങ്ങൾ പകരാനാകൂവെന്ന് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സ്ഥാപനവും ഈ മുന്നേറ്റം ലക്ഷ്യമിട്ടായിരുന്നു. അടിസ്ഥാനപരമായ മാനവികതയുടെയും സത്വബോധത്തിന്റെയും പാഠങ്ങൾ അവർണർക്ക് പകർന്നു നൽകാനായിരുന്നു അരുവിപ്പുറത്തെ വിഗ്രഹപ്രതിഷ്ഠ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ തത്വങ്ങളിലൂടെ വിശ്വമാനവികത എന്ന വലിയ ആശയത്തിന്റെ വിത്തുകൾ സമൂഹത്തിലേക്ക് പാകി. വർത്തമാനകാലത്തെ ഹിന്ദുത്വ ആശയങ്ങൾ ചരിത്രത്തിന്റെ പിൻബലത്തോടെ മുഖ്യധാരയിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയടക്കം ഹിന്ദുത്വ സവർണ മേധാവിത്വത്തിന്റെയും പ്രവർത്തനങ്ങളായാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പൂർണ്ണമായും തള്ളുന്ന ഈ ശ്രമങ്ങളെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തിലേക്ക് ഗുരുദർശനങ്ങളെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം മുന്നോട്ടുവെച്ച മതനിരപേക്ഷതയുടെ പുരോഗമനാശയങ്ങളുടെയും തമസ്കരണമാണ്. ഗുരു നിർമ്മിക്കാൻ ശ്രമിച്ച നവോത്ഥാന സമൂഹത്തിന്റെ അടിത്തറയ്ക്ക് കൂടി അത് കോട്ടം വരുത്തും. ചതയദിനത്തിൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ കേരളം ഓർത്തെടുക്കുന്ന ആ നവോത്ഥാന മൂല്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾക്ക് ഊർജം പകരാനാകും. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.